ഹായ് ഗായ്സ്, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. എനിക്കറിയാം സിംഗിൾസിന് ഇതൊരു സാഡ് ഡേ ആയിരിക്കും, പക്ഷേ മിംഗിൾസിന് ഇതൊരു ഹാപ്പി ഡേ ആണ്. നമ്മൾ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തിനാണ് ഈ വാലന്റൈൻസ് ഡേ ഒക്കെ എങ്ങനെയൊക്കെയാണ് വന്നത് എന്നൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഒരാൾ മരിച്ച ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മളല്ല, നിങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. അപ്പം പണ്ടത്തെ റോമിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ക്ലോഡിയസ് എന്നായിരുന്നു ആളെ പേര്. അപ്പോൾ ആൾക്ക് ശക്തമായിട്ടുള്ള, അതായത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ആർമി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ആൾ ഒരു ദിവസം ഒരു നിയമം പ്രഖ്യാപിക്കുകയാണ്. യങ് ആയിട്ടുള്ള സൈനികരാരും കല്യാണം കഴിക്കാൻ പാടില്ല. വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ധൈര്യം പോവും, പിന്നെ ശരിക്കും യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് ചക്രവർത്തി വിചാരിച്ചത്. അപ്പം ആ സ്ട്രീറ്റ് മൊത്തം, നഗരം മൊത്തം അവിടെ സ്റ്റക്കാവുകയാണ്. യങ് കപ്പിൾസിൻ്റെ ഒക്കെ ഹാർട്ട് ബ്രേക്കായി ഗൈസ്. അവരിനി എന്ത് ചെയ്യും മല്ലയ്യാന്നായിപ്പോയി. ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ദൈവദൂതനെ പോലെ നമ്മുടെ ഹീറോ വരുന്നത്, അതായത് നമ്മുടെ വാലന്റൈൻ എന്ന് പറഞ്ഞ പ്രീസ്റ്റ് വരുന്നത്. അപ്പം ആൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, ലവ് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്, അത് ആർക്കും അങ്ങനെ തടയാനായിട്ട് പറ്റില്ല. അപ്പോൾ വാലന്റൈൻ എന്ത് ചെയ്തു, ചക്രവർത്തി അറിയാതെ രഹസ്യമായിട്ട് രാത്രികളിൽ യങ് കപ്പിൾസിൻ്റെ കല്യാണക്കാലം നടത്തി കൊടുത്തു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് ഇതെങ്ങനെയോ അറിഞ്ഞു. എന്നിട്ട് നമ്മുടെ വാലന്റൈനെ പിടിച്ച് ജയിലിലാക്കി. ജയിലിലടച്ചെങ്കിലും നമ്മുടെ വാലന്റൈൻ ജയിലിൽ വെച്ചും കഥകളൊക്കെ പറയാനായിട്ട് തുടങ്ങി. അവിടുത്തെ ജയിലറുടെ മകളൊരു ബ്ലൈൻഡ് ആയിരുന്നു. ആ കുട്ടീനെ പ്രാർത്ഥനയിലൂടെ സുഖപ്പെടുത്തി എന്നൊക്കെയാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ അവർ തമ്മിലോട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ വാലന്റൈനെ തൂക്കിക്കൊല്ലാനായിട്ട് ആര് വിധിക്കുകയാണ്, ചക്രവർത്തി വിധിക്കുകയാണ്. അപ്പം ആ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പായിട്ട് ഈ ജയിലറിൻ്റെ മകൾക്ക് വേണ്ടി വാലന്റൈൻ ഒരു കുറിപ്പ് എഴുതാണ്. അതിൻ്റെ അടിയിൽ ഫ്രം യുവർ വാലന്റൈൻ എന്ന് കുറിക്കപ്പെട്ടു. ആ ഒരു മെസ്സേജാണ് ലോകത്തിലെ തന്നെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ മെസ്സേജ് എന്നാണ് ഒരു വിശ്വാസം. ഫെബ്രുവരി 14 നമ്മൾ വാലന്റൈൻ വധിക്കപ്പെടുന്നത്. അപ്പോൾ പ്രണയത്തിന് വേണ്ടി ജീവൻ നൽകിയ ഒരാളെന്നുള്ള രീതിയിൽ വാലന്റൈൻ്റെ പേര് എന്നും ഓർമ്മിക്കപ്പെട്ടു. പതിയെ അതൊരു വാലന്റൈൻസ് ഡേ ആയിട്ട് മാറി. ഒരു പ്രണയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂടെ ഒരു ദിവസമായിട്ട് മാറി. അപ്പം ഹാപ്പി വാലന്റൈൻസ് ഡേ ഗായ്സ്.